ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇൻഡ്രൈ സ്പേസ്. സോ ഞങ്ങൾ ഇപ്പോൾ ദുബായ് ട്രിപ്പിലാണ്. അപ്പോൾ ഞങ്ങൾ ഒരു 2 ആഴ്ചത്തേക്ക് ദുബായിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാനും വൈഫും മോനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് അൽ മംസാർ ബീച്ചാണ്. സോ ഏകദേശം നമ്മൾ ഷാർജ ദുബായ് ബോർഡറിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ നല്ല അടിപൊളി സ്ഥലമായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ അവിടെ കുറേ ഏരിയ ഒക്കെ ഇപ്പോൾ ബീച്ച് സൈഡൊക്കെ ഫുള്ളും കൺസ്ട്രക്ഷൻ വേണ്ടിയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ദുബായ് മുനിസിപ്പാലിറ്റി കൺസ്ട്രക്ഷൻ വേണ്ടിയിട്ട് ഫുൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ചെറിയൊരു ഏരിയ മാത്രമേ ഉള്ളൂ നമുക്ക് കാണാനുള്ളത്. അപ്പോൾ അവിടെയാണെങ്കിൽ നവംബർ സമയമാണ്, വലിയ ചൂടില്ല. അവിടെ ഉള്ളവർക്ക് അറിയാം, പഴയ ചൂടിനെ അപേക്ഷിച്ചോളം ഈ മാസം അത് ചൂട് കുറച്ച് കുറവാണ്. അപ്പോൾ ഞങ്ങൾ ഫുൾ നല്ല എന്താ പറയുക, ഫുൾ മൊട്ട ഏരിയ ആണ്. ഫോറിനേഴ്സ് കാണാനൊക്കെ ഈ സ്വിമ്മിങ് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇതിന്റെ കുറച്ച് നല്ല അതെ എൻജോയ് ചെയ്യായിരുന്നു. അപ്പോൾ ഞങ്ങൾ കിട്ടുന്ന സമയത്ത് ഓരോ സ്ഥലം പോയി കാണാമെന്ന് വിചാരിച്ചിട്ടാണ്. സോ എന്താ നമുക്ക് കാഴ്ചയിലേക്ക് പോവാം. ഇത് സ്വിമ്മിങ് ചെയ്യുന്ന മുന്നേ ബാത്ത് ചെയ്യാനുള്ളതെല്ലാം ഏരിയാസ് കാണലെല്ലാം വന്നിട്ടുണ്ട്. സോ കണ്ടില്ലേ, ഭയങ്കര ഓപ്പണായ സ്ഥലമാണ്. അപ്പം നല്ല ഉച്ച സമയത്തൊക്കെ ഭയങ്കര ഒരു വെയിലായിരിക്കും. ശരിക്കും ഇവിടെ ഈവനിങ് ടൈമൊക്കെ ബെസ്റ്റ് ടൈം, നല്ല സ്പെൻഡ് ചെയ്യുന്ന ഏരിയയാണ്. കാരണം അധികം ആൾക്കാരും ഈ ബുഷസിൻ്റെ കടയിൽ വന്നിരുന്ന് നല്ല കാം ആൻഡ് ക്വൈറ്റായിട്ട് ടൈം എൻജോയ് ചെയ്യാൻ വേണ്ടി സ്ഥലങ്ങളാണ്. കണ്ടില്ലേ, ഇവിടെ ഒരു സെക്യൂരിറ്റി നിൽക്കുന്ന പോലെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മറ്റേ ആ സൈഡ്സിലൊക്കെ വേറെ സൈഡ്സിലൊക്കെ ജെറ്റ് സ്കീ കാണലെല്ലാം ഉണ്ട് കേട്ടോ. ആ സൈഡ്സിൽ ജെറ്റ് സ്കീ കാണലെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ പക്ഷെ അതിൻ്റെ മെയിൻ കുറേ ഏരിയാസ് മൊത്തം അതിപ്പോൾ ക്ലോസ്ഡ് ആണ്. ഒരുപാട് നല്ല ഭംഗിയുള്ള സ്ഥലം ചോദിച്ചപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ ഇപ്പോൾ ഫുള്ളി ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, വെള്ളമൊക്കെ നോക്കും, കണ്ടില്ലേ, നല്ല ബ്ലൂ കളർ, നല്ല ഡ്യുവൽ ഷെയ്ഡായിട്ടുള്ള വെള്ളം കാണാനൊക്കെ ആണല്ലേ, നല്ല ഭംഗി കാണാനൊക്കെ ഉണ്ട് കാണുമ്പോൾ. കാരണം സെക്യൂരിറ്റി കാണാനെല്ലാം അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. മീൻസ് അവരുടെ വെഹിക്കിൾസ് കാണാനെല്ലാം അവിടെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ പോയിന്റിലും ഓരോ സെക്യൂരിറ്റി വേണ്ട ആൾക്കാരുണ്ട്, ലൈഫ് ഗാർഡ്സ് ഉണ്ട്. പിന്നെ കണ്ടിട്ട് കുറേ ഇൻസ്ട്രക്ഷൻസ് കാണാൻ എഴുതിയിട്ടുണ്ട്. നോ സ്വിമ്മിങ് ഇഫ് ദ റെഡ് ഫ്ലാഗ് ഇസ് റേസ്ഡ്. ആ ഫ്ലാഗ് ഉണ്ടെങ്കിൽ സ്വിമ്മിങ് അലൗഡ് അല്ല. അതുകൊണ്ട് റൂൾസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യണം. പിന്നെ സൺസെറ്റിൻ്റെ സമയത്ത് സ്വിമ്മിങ് ചെയ്യാൻ പാടില്ല. പിന്നെ അവർ പറഞ്ഞ ഏരിയാസിൽ മാത്രമേ സ്വിമ്മിങ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ വെതർ കണ്ടീഷൻസ് നോക്കണം. പിന്നെന്താ, അങ്ങനത്തെ കുറേ സേഫ്റ്റി മെഷേഴ്സ് കാണാനില്ലാണ്ട് ഇതെല്ലാം ഫോളോ ചെയ്തിട്ട് ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ ഓരോ റെഡ് ഫ്ലാഗ്, യെല്ലോ, പർപ്പിൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൽ കണ്ടില്ല, ഹൈ ഹസാർഡ് ഡു നോട്ട് സ്വിം, മോഡറേറ്റ് ഹസാർഡ് സ്വിം വിത്ത് കോഷൻ, പൊട്ടൻഷ്യലി ഹാംഫുൾ മെറൈൻ ലൈഫ്. കുറേ സേഫ്റ്റി വാർണിങ്സ് കാണാനെല്ലാം ദുബായ് മുനിസിപ്പാലിറ്റി കാണാനെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഈ ബീച്ചിലേക്കുള്ള എൻട്രൻസ് കാണാനെല്ലാം വേറൊരു സൈഡിലാണ് കേട്ടോ ഉള്ളത്. നമ്മൾ ഒരു സ്പോട്ട് കണ്ടപ്പോൾ ജസ്റ്റ് അവിടെ ഇറങ്ങി ജസ്റ്റ് കാണിച്ചു തരാൻ വിചാരിച്ചു. പക്ഷേ ഈ ഉച്ച സമയത്തായാലും ഇഷ്ടംപോലെ ഫോറിനേഴ്സ് കാണാനെല്ലാം വന്നിട്ടുണ്ട്. അവർ
കുറച്ചും കൂടി എൻജോയ് ചെയ്യുന്നതാണ്. പക്ഷെ നമുക്കൊന്നും തീരെ പറ്റില്ല, കാരണം ഇപ്പോൾ വലിയ ചൂടില്ലെങ്കിൽ കൂടി നമുക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ചൂട് എത്രയോ ഫാർ ബെറ്റർ ആണെന്നാണ് പറയുന്നത്. സോ ഗൈസ്, അപ്പോൾ ഇതൊരു ടെമ്പററി ബീച്ചാട്ടോ, ഞാൻ അത് പറയാൻ പറഞ്ഞത്. മീൻസ് ഇത് കാരണം നമുക്ക് ആ വർക്ക് കാരണം ഈ ബീച്ച് ക്ലോസ് ചെയ്തുകൊണ്ട് ഇത് ടെമ്പററി ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. മെയിൻലി ഞാൻ വേറെ ഏരിയ പറഞ്ഞ പോലെ ആ ഏരിയ ആണ്, അത് ഫുള്ളി ക്ലോസ്ഡ് ആണ്. കാരണം അവിടെ ഫുള്ളും ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഇഷ്ടംപോലെ ഫോറിനേഴ്സ് മെയിനായിട്ട് സ്വിമ്മിങ് കാര്യങ്ങൾ എല്ലാം ചെയ്യാൻ വരുന്നുണ്ട്. സോ ഏരിയാസ് മെയിൻലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ ഏരിയ ആണ് കാണുന്ന, ഇതിന് ആ സൈഡ് അങ്ങേ സൈഡിലാണ്. ഇത് തൽക്കാലം ഒരു ടെമ്പററി, ഏകദേശം ഒരു കൊല്ലമൊക്കെ പിടിക്കും വിചാരിക്കുന്നു അത് ഓപ്പണായി വരുന്നത്. വലിയൊരു പ്രൊജക്റ്റാണ് വരുന്നത്. പിന്നെ ഇവിടെ കുറേ കണ്ടില്ലേ ഷാക്സ് കാണാനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ ആൽമാംസാർ കോർണിഷൻ ബോർഡൊക്കെ ഉണ്ടല്ലേ, അതിൻ്റെ മാപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് കണ്ടില്ലേ ഈ ലൊക്കേഷനിലാണ്. ഇവിടുത്തെ ബാക്കി ടോയ്ലറ്റ്സ് കാര്യങ്ങളുണ്ട്, ഇവിടെ എന്തൊക്കെയൊക്കെയുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബോർഡിൽ അത്യാവശ്യം എല്ലാം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണില്ലേ അവിടെ ഇഷ്ടംപോലെ ആ കാണുന്ന ഏരിയയിൽ ഇഷ്ടംപോലെ ഫോറിനേഴ്സ് സ്വിമ്മിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് ഓരോ സേഫ്റ്റി ബൗണ്ടറീസ് എല്ലാം അവിടെ ടാഗ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് സ്വിം ചെയ്യാൻ ഇപ്പോൾ പെർമിഷൻസ് ഇല്ല. ശരിക്കും നമുക്ക് ഡുവൽ ഷെയ്ഡായിട്ട് വെള്ളത്തിൽ കാണാൻ പറ്റും. ശരിക്കും ഒരു ഡുവൽ ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ വെള്ളത്തെ കളർ എപ്പോഴും മനസ്സിലുണ്ടറിയില്ല, ഒരു ഡുവൽ ഷെയ്ഡ് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും കേട്ടോ. അല്ലേ ഇവിടെയും കുറേ ഫോറിനേഴ്സ് എല്ലാം ഇരിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ഷാക്സ് പോലെ കുറേ ഏരിയാസ് ഉണ്ട് അവിടെയൊക്കെ ഉണ്ട്. ഈ ഏരിയയിൽ ഭയങ്കര ഫോറിനേഴ്സ് ഇഷ്ടംപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ സമയമാണെങ്കിൽ. ഗൈസ് ഇത്രയൊക്കെ ഇവിടെ കാണാനുള്ളൂ. കാരണം ഈവനിങ് ആകുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു റിലാക്സേഷൻ കിട്ടും. ഈ സമയത്ത് എസ്പെഷ്യലി ഉച്ച സമയത്ത് ഇഷ്ടംപോലെ ഫോറിനേഴ്സ് സ്വിം ചെയ്യാൻ ഇഷ്ടംപോലെ പേര് വന്നിട്ടുണ്ട്. സോ നമ്മൾ ചെറിയൊരു പോർഷനാണ് കാണിച്ചിരിക്കുന്നത്. ബാക്കി ഏകദേശം കുറേ ഭാഗമൊക്കെ ഫുള്ളി ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു പ്ലേസുമായി കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ഇന്ദ്രി സൈനിങ് ഓഫ്. ബൈ.